ഹലോ. പിന്നെ നമ്മളെ കൈ കിട്ടിയിരിക്കുന്നത് ഒരു ഐഫോണിൻ്റെ 15 പ്രോ മാക്സിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഫോണാണ് കേട്ടോ. ക്ലോൺ ഫോണാണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് പുറത്തുള്ള കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നെറ്റ്വർക്ക് നോ സർവീസാണ്. IMEI ചെക്ക് ചെയ്യുന്ന സമയത്ത് IMEI ഉണ്ട് 06 അടിച്ചിട്ട് IMEI വരും. IMEI കണ്ടാൽ നമുക്കറിയാം 35583 തുടങ്ങുന്ന വെർഷൻ ഇന്ത്യയിൽ ആക്സസബിൾ അല്ല. കോൾ വിളിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, മൊബൈൽ നെറ്റ്വർക്ക് നോട്ട് അവൈലബിൾ. ഇതാണ് കംപ്ലൈൻറ്റ്. ഇത് ഹാർഡ്വെയർ കംപ്ലൈൻ്റ് അല്ല. നമ്മൾ ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള IMEI ഇതിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കി എടുക്കാം. എങ്ങനെ ചെയ്യണം നോക്കാം. അതിന് നമ്മൾ *#889988# അടിച്ച് എൻജിനീയർ മോഡ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ GPRS എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. GPRS അതിനകത്ത് നമുക്ക് മേലെ കാണാം SIM 1 SIM 2ൻ്റെ IMEI. ഈ രണ്ട് IMEI നമ്പർ നമ്മളിവിടെ ഇറേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു വർക്ക് ചെയ്യാത്ത ഡെഡ് ഐഫോണിൽ നിന്ന് IMEI എടുത്ത് നമുക്കിതിനകത്ത് റൈറ്റ് ചെയ്ത് കൊടുക്കാം. IMEI ചേഞ്ച് ചെയ്യുന്നത് ഇല്ലീഗലാണ്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഡെഡായിരിക്കുന്ന 2 ഫോണുണ്ട്. അത് വേറെ പിന്നീട് അത് യൂസ് ചെയ്യണില്ല. അപ്പം നമുക്കതിലുള്ള IMEI ഇതിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുക. IMEI മേലെ എഡിറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് IMEI ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ SIM 2 നമ്മൾ IMEI എഡിറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് IMEI കൊടുക്കാം. റൈറ്റ് IMEI ഓക്കെ. IMEI വാസ് റിട്ടൺ സക്സസ്ഫുള്ളി. ശേഷം ഫോൺ റീബൂട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്താൽ മതി. IMEI ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാണ്. ഇതിൻ്റെ പിന്നീട് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിനോ ഇതിനോ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ. ഫോൺ ഓണായി വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൾഫിലെ കൺട്രീസിൽ നിന്ന് വരുന്ന മിക്ക ഫോണുകളും ഇവിടെ ഇതാണ് അവസ്ഥ. ചില ഫോണുകൾ ഇതേ IMEI തന്നെ അവിടെ നിന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് അവിടെ SIM ഇട്ട് കുറച്ച് നേരം യൂസ് ആക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഈ പ്രശ്നമില്ല. പക്ഷേ അവിടുന്ന് നമ്മൾ ഓൺ ചെയ്യാതെ ഫോൺ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ IMEI ഇട്ടതിൽ ഫോൺ ഇതിവിടെ വർക്കാവില്ല. ഓക്കെ, ഓണായിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കോൾ വിളിച്ച് നോക്കാം. ഓക്കെ, കോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സക്സസ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്മൾ ഹാർഡ് റീസെറ്റോ ഫോർമാറ്റോ അടിച്ചു കഴിഞ്ഞാൽ ഈ IMEI വീണ്ടും നഷ്ടപ്പെട്ട് പഴയ കണ്ടീഷനിലോട്ട് പോകും. ഓക്കെ.